നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വരവേൽക്കാൻ ഒരുങ്ങി ചൈന. ചരിത്രപ്രസിദ്ധമായ ടിയാൻമെൻ സ്ക്വയറിൽ സുരക്ഷാ വലയം ഘടിപ്പിച്ചു കഴിഞ്ഞു. ചൈനീസ് തലസ്ഥാനത്തെ വീഥികളിൽ എന്തോ വലിയ ആഘോഷത്തിനുള്ള അണിയറ ഒരുക്കങ്ങൾ സജീവമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരവേൽക്കാൻ സർവ്വസജ്ജമായി നിൽക്കുകയാണ് ചൈന. വരാനിരിക്കുന്ന ട്രംപ് ഷി ജിൻപിങ് കൂടിക്കാഴ്ച കേവലം ഒരു നയതന്ത്ര സന്ദർശനമല്ല, മറിച്ച് വരും ദശകങ്ങളിൽ ലോകം എങ്ങനെ ചലിക്കണമെന്ന് നിശ്ചയിക്കുന്ന അതീവ നിർണായകമായ ഒന്നായിരിക്കും ഇത്. ചർച്ചകൾ, വിരുന്നുകൾ എന്നിവയ്ക്ക് പുറമെ പ്രശസ്തമായ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശനവും ട്രംപിന്റെ പരിപാടികളിലുണ്ട്. പണ്ടുകാലത്ത് ചൈനീസ് ചക്രവർത്തിമാർ മികച്ച വിളവെടുപ്പിനായി പ്രാർത്ഥിച്ചിരുന്ന ഈ പുണ്യസ്ഥലത്ത് വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ പുതിയൊരു വിളവെടുപ്പിന് കാരണമാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന് മാസങ്ങളായി ഇറാൻ യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളുമായിരുന്നു മുൻഗണനയെങ്കിൽ ഈ ബെയ്ജിംഗ് യാത്രയോടെ ആഗോള വ്യാപാരം, തായ്വാൻ വിഷയം, സാങ്കേതികവിദ്യയിലെ മത്സരം എന്നിവ വീണ്ടും ചർച്ചാ കേന്ദ്രങ്ങളാവുകയാണ്. ഇറാനുമായുള്ള സംഘർഷം ചൈനയുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി ട്രംപിന് മുന്നിൽ ഒരു കരുത്തുറ്റ നിലപാടെടുക്കാൻ ഷി ജിൻപിങ്ങിന് ഇത് അവസരം നൽകുന്നുണ്ട്. 3 മാസമായി തുടരുന്ന US ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഒരു സമാധാന ദൂതന്റെ റോൾ ഏറ്റെടുക്കാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്. പാകിസ്ഥാനുമായി ചേർന്ന് 5 പോയിന്റ് സമാധാന പദ്ധതി ചൈന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും വെടിനിർത്തലിനുമായി ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ ബെയ്ജിംഗ് രഹസ്യമായി കരുക്കൾ നീക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണ്. ഇന്ധനവില വർധനവ് ചൈനീസ് നിർമ്മാണ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തുണിത്തരങ്ങൾക്കും പ്ലാസ്റ്റിക്കിനും 20% വില വർദ്ധിച്ചത് ചൈനയുടെ തളർന്ന സമ്പദ്വ്യവസ്ഥയ്ക്കും ആഘാതമായി. എന്നിരുന്നാലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നതിന് പകരമായി വലിയൊരു വിട്ടുവീഴ്ച ട്രംപിൽ നിന്നും ഷി ജിൻപിങ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ബെയ്ജിംഗ് സന്ദർശനം മിഡിൽ ഈസ്റ്റിൽ ചൈനയ്ക്കുള്ള സ്വാധീനം വിളിച്ചോടുന്നതായിരുന്നു. ഇറാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയാണെന്നും ചൈന അവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്നുമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. എന്നാൽ ഇറാന് ചൈന നൽകുന്ന പിന്തുണയെ ട്രംപ് അത്ര ഗൗരവമായി കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തായ്വാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം നൽകുന്ന സന്ദേശങ്ങൾ പലപ്പോഴും അവ്യക്തമാണ്. തായ്വാന് $11 ബില്യൺ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ തായ്വാൻ സംരക്ഷണം അമേരിക്കയ്ക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നില്ലെന്നും അത് ചൈനയുടെ ഭാഗമാണെന്നും ചില സന്ദർശനങ്ങളിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ തായ്വാനെ ആശങ്കയിലും ആഴ്ത്തുന്നുണ്ട്. തായ്വാന് മേൽ സൈനിക സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ 1982 നയതന്ത്ര ധാരണകളിൽ മാറ്റം വരുത്താൻ ഷി ജിൻപിങ് സമ്മർദ്ദം ചെലുത്തിയേക്കാം. തായ്വാൻ സ്വാതന്ത്ര്യത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല എന്ന നിലവിലെ നയം മാറ്റി എതിർക്കുന്നു എന്നാക്കി മാറ്റാനായിരിക്കും ചൈനയുടെ ശ്രമം. എന്നാൽ ട്രംപിന്റെ വാചകങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും മാറാമെന്നതിനാൽ ചൈനീസ് പക്ഷം അതീവ ജാഗ്രതയിലാണ്. വ്യാപാര യുദ്ധത്തിന്റെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങളും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകും. ട്രംപിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 100% വരെ നികുതി ചുമത്തിയിരുന്നു. മറുപടിയായി ചൈന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഫെബ്രുവരിയിലെ സുപ്രീം കോടതി വിധി ട്രംപിന്റെ ഏകപക്ഷീയമായ നികുതി അധികാരങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും പുതിയ വ്യാപാര കരാറുകൾക്കായി ഇരുപക്ഷവും വിലപേശും. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങാൻ ചൈനയെ പ്രേരിപ്പിക്കുക എന്നതും ട്രംപിന്റെ ലക്ഷ്യങ്ങളിൽ മറ്റൊന്നാണ്.